വിജയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മണ്ടനാണെന്ന് തോന്നും. നിങ്ങൾക്ക് ഒരു തികഞ്ഞ തമാശയായി തോന്നുന്ന ഭാഗത്തെക്കുറിച്ച് ആരും സംസാരിക്കില്ല. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് പോലും മണ്ടത്തരമായി തോന്നുന്നിടത്ത് നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും 4 കാഴ്ചകൾ നേടുകയും ചെയ്യുന്നിടത്ത് അവയിൽ 3 നിങ്ങളുടേതാണ്. നിങ്ങൾ ജിമ്മിൽ കയറി മെഷീൻ കുഴപ്പത്തിലാക്കുകയും അത് സംഭവിച്ചില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നിടത്ത് മിക്ക ആളുകളും ജോലി ഉപേക്ഷിക്കുന്നത് അവിടെയാണ്. അവർ പരാജയപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് മണ്ടത്തരം തോന്നിയതുകൊണ്ടാണ്. എന്നാൽ പ്ലോട്ട് ട്വിസ്റ്റ് ഇതാണ്: മണ്ടനാണെന്ന് തോന്നുന്നത് പ്രക്രിയയുടെ ഭാഗമാണ്. ആത്മവിശ്വാസമുള്ള എല്ലാ പ്രഭാഷകരും ഒരിക്കൽ അവരുടെ വാക്കുകൾ തെറ്റിച്ചു. എല്ലാ സിഇഒമാരും ഒരിക്കൽ എങ്ങനെ ഒരു ഇൻവോയ്സ് അയക്കാമെന്ന് ഗൂഗിളിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഓരോ കലാകാരനും അവരുടെ ആദ്യ സ്കെച്ചിൽ ഇടറിപ്പോയി. പിന്നെ ഓരോ ഒറ്റ രാത്രി കൊണ്ട് നേടിയ വിജയവും. അതെ, അവർ വർഷങ്ങളായി അവഗണിക്കപ്പെട്ടു, സംശയിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, സ്വയം പോലും. വിജയം പ്രചോദനം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നില്ല. അത് ലജ്ജാകരമായ ആവർത്തനങ്ങളിലും വിറയ്ക്കുന്ന തുടക്കങ്ങളിലും വിറയ്ക്കുന്ന കൈകളിലും ഷാഢ്യമുള്ള ഹൃദയങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ മണ്ടനാണെന്ന് തോന്നും, നിങ്ങളൊരു വഞ്ചകനാണെന്ന് തോന്നും. എന്നാൽ നിങ്ങൾക്ക് ആ വികാരവുമായി ഇരിക്കാനും തുടർന്ന് മുന്നോട്ട് പോകാനും കഴിയുമെങ്കിൽ അവിടെയാണ് മാറ്റം ആരംഭിക്കുന്നത്. കാരണം സത്യം ഇതാണ്: നിങ്ങൾ ഭയപ്പെടുന്ന ഘട്ടം ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്കതിനെ മറികടക്കാൻ കഴിയും. അതിനാൽ പ്രത്യക്ഷപ്പെടുന്നത് തുടരുക, അത് കുഴപ്പത്തിലാകുമ്പോഴും മന്ദഗതിയിലാകുമ്പോഴും. കാരണം വിജയബോധം അത് എല്ലായ്പ്പോഴും മണ്ടനാണെന്ന തോന്നലിന് ശേഷമാണ് വരുന്നത്. If you love to watch this video, you can like, share and subscribe.